അത് പലപ്പോഴും ആളുകൾക്ക് ഒരു ചെറിയൊരു പ്രയാസം ഉണ്ടാക്കും. ഖുർആനിൽ റേപ്പിനാണ് ആഹ്വാനം ചെയ്യുന്നത്. ഇസ്ലാമിസ്റ്റുകൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ധാർമ്മികതയ്ക്ക് വ്യത്യസ്തമായ മാനങ്ങളുണ്ടെങ്കിലും അവരെപ്പോഴും ചർച്ച ചെയ്യുന്നതും ഒരുപക്ഷെ നിരീശ്വരവാദികൾക്കെതിരെ നാസ്തികർക്കെതിരെ മുന്നോട്ട് വയ്ക്കുന്നതും ലൈംഗിക ധാർമ്മികതയാണ്. ഈ പറഞ്ഞ സ്ത്രീകളുമായിട്ട് ലൈംഗിക ബന്ധം ആയിക്കോളൂ എന്ന് പറയുമ്പോൾ റേപ്പിന് അനുവാദം കൊടുക്കുന്ന ഒരു ദൈവത്തെയാണ് ഇവിടെ കാണുന്നത്. ഒരു വിധേയപ്പെട്ടു പോയ, പിടിക്കപ്പെട്ടു പോയ, അശരണരായിട്ടുള്ള, ആലംബഹീനരായിട്ടുള്ള, ദുർബലരായിട്ടുള്ള മനുഷ്യരാണ് ആ സ്ത്രീകൾ. ഷുഹൈബുൽ ഹൈതമിനോട് ഈ ചോദ്യം ഫേസ്ബുക്കിൽ ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഉണ്ട്, ഇല്ലെന്ന് ആര് പറഞ്ഞു? ഒരു അടിമ സ്ത്രീയെ ഒന്നിലധികം പുരുഷന്മാരോ സ്ത്രീകളോ ഇരുവരുമോ ഉടമപ്പെടുത്തിയ രീതി ഇസ്ലാമിൽ നിർത്തൽ ചെയ്തിട്ടില്ല. അപ്പൊ സ്ത്രീകൾക്കും ലൈംഗിക ആഗ്രഹം ഉണ്ടാകാമല്ലോ, അപ്പൊ അത് നിവർത്തിച്ചു കൊടുക്കുന്നതിൽ എന്താണ് പ്രശ്നം എന്ന് പറയുന്നൊരു ചോദ്യം സാധാരണ ഇസ്ലാമിക ധാർമ്മികതയുടെ വക്താക്കൾ മുന്നോട്ട് വയ്ക്കാറ്. എല്ലാവർക്കും ഇൻഫിഡൽസ് യൂട്യൂബ് ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ടൈറ്റില് ഇസ്ലാമിന്റെ ബലാത്സംഗ സിദ്ധാന്തങ്ങൾ എന്നാണ്. ആളുകൾ ആയിരിക്കും, എന്താണ് ഇസ്ലാമിലെ ബലാത്സംഗ സിദ്ധാന്തം, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടൈറ്റിൽ എന്നുള്ള ഒരു കൗതുകമൊക്കെ തോന്നാം. ലൈംഗിക അതിക്രമങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കൂടുതൽ ഏറ്റവും വലിയൊരു തെറ്റായിട്ട് നമ്മൾ സമൂഹവും ലോകവും നമ്മളതിൽ നിന്ന് ഇന്നത്തെ ആധുനിക ധാർമ്മികത വെച്ചിട്ട് നമ്മളത് കാണുന്ന ഒരു ക്രൈമാണ്. ആ ക്രൈമിന് ഏത് മതമുള്ളവനും മതമില്ലാത്തവനും എല്ലാവരും ആ ഒരു ക്രൈം, ബലാത്സംഗം എന്ന് പറയുന്നത് നെഗറ്റീവായിട്ട് തന്നെയാണ് കാണുന്നത്. സെക്സ് എന്ന് പറഞ്ഞത് എന്തല്ല, ഒരു ഇമ്മോറലായിട്ടുള്ള ആക്ട് അല്ല. അപ്പൊ രണ്ടുപേരുടെയും സമ്മതവും ആസ്വാദനവും ഉണ്ടാകുമ്പോഴാണ് അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് മാറുന്നത്. അത് അവിടെ അതിലൊന്നും ഇമ്മോറലായിട്ട് വരുന്നത് ഇവിടെ എന്താണ്? അനുവാദമുണ്ടോ, കൺസെന്റ് ഉണ്ടോ? കൺസെന്റ് എന്ന് പറയുമ്പോൾ ഒരു ക്വാളിറ്റി കൺസെന്റിൻ്റെതായ മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. ലോകത്തിലെ ഏത് അക്കാഡമിക്കലായിട്ടുള്ള ഏത് റെഫറൻസ് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാലും അവിടെ ഒക്കെ വേണ്ടത് ഒരാളുമായിട്ട് സെക്സ് ചെയ്യുമ്പോൾ ആ രണ്ടുപേരുടെയും ഉഭയകക്ഷി സമ്മതം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. എൻ്റെ കയ്യിലുള്ളത് 2002 ജനീവയിൽ WHO പുറത്തു കൊണ്ടുവന്ന വേൾഡ് റിപ്പോർട്ട് ഓൺ വയലൻസ് ആൻഡ് ഹെൽത്ത്. അതിൽ ചാപ്റ്റർ 6 സെക്ഷൽ വയലൻസ് എന്താണ്, അഥവാ റേപ്പ് എന്താണ് എന്ന് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റേപ്പിൻ്റെ നിർവചനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനി സെക്ഷൽ ആക്ട്, attempt to obtain a sexual act, unwanted sexual comments or advances or acts to traffic or otherwise directed against a person's sexuality using coercion by any person regardless of their relationship to the victim in any setting including but not limited to home and work. അതായത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ലൈംഗിക ആക്റ്റ് ആകാം, അല്ലെങ്കിൽ ഒരു കമൻറ്റുകളാകാം, അല്ലെങ്കിൽ ലൈംഗിക പ്രവൃത്തിക്ക് വേണ്ടി നിങ്ങൾ മുതിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ നിർബന്ധിക്കുന്നു. ഇത് ഇറസ്പെക്റ്റീവ് ഓഫ് യുവർ റിലേഷൻ, അതായത് നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള റിലേഷൻ എന്ത് തന്നെ ആയാലും അതിനെ സെക്ഷൽ വയലൻസ് ആയിട്ട് കാണുന്നത്. ഈ നമ്മുടെ രാജ്യത്തും ചില മതങ്ങളിലൊക്കെ മാരിറ്റൽ റേപ്പൊന്നും അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ റേപ്പ് കൊണ്ട് ഇന്ന് പല കുടുംബത്തിൽ ഭാര്യയുടെ സമ്മതമില്ലാതെ അവരെ കോഴ്സ് ചെയ്യുന്നതൊക്കെ തന്നെ സെക്ഷൽ വയലൻസ് ആയിട്ട് തന്നെയാണ് വരുന്നത്. അതൊന്നും അറിയാതാണ് പലരും ഇവിടെ വന്നിട്ട് ഈ ചർച്ചകളൊക്കെ നടത്തുന്നത്. ഇത് റേപ്പാണോ എന്ന് പോലും ബോധമില്ലാത്ത ഒരു ജനസമൂഹത്തോടാണ് നമ്മൾ സംസാരിക്കുന്നത്. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. നമ്മൾക്ക് വാലിഡ് ആയിട്ടുള്ള കൺസെന്റ് ഇല്ലാതെയുള്ള ഏതുതരം ലൈംഗിക പരിശ്രമവും ലൈംഗിക വിധേയപ്പെടുത്തലും റേപ്പിന്റെ പട്ടികയിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഒരു വ്യക്തി അബോധാവസ്ഥയിലായിരിക്കുകയോ അല്ലെങ്കിൽ ഒരു പക്ഷേ മദ്യാസക്തിയിലായിരിക്കുകയോ പാതിബോധത്തിലോ ആയിരിക്കുകയോ ഒക്കെ ആയിരിക്കുമ്പോൾ ഒരാളോട് ലൈംഗിക താല്പര്യത്തോടു കൂടി ശരീരത്തെ സ്പർശിക്കുകയോ ഒക്കെ ചെയ്യുന്നത് പോലും നമുക്ക് റേപ്പിന്റെ ലെവലിൽ കൊണ്ടുവരാം. അതെപ്പോഴും ഈ പെനട്രേഷൻ എന്നുള്ളത് സ്ത്രീയുടെ ജനനേന്ദ്രിയത്തിലേക്കുള്ളതായിരിക്കണം നിർബന്ധമൊന്നുമില്ല. അല്ലാതെ നമുക്കറിയാവുന്നതുപോലെ പല പബ്ലിക് പ്ലേസസിലും, പ്രത്യേകിച്ച് പബ്ലിക് ട്രാൻസ്പോർട്ട്, നമ്മുടെ ബസ്സുകൾ പോലെയുള്ള ട്രാൻസ്പോർട്ട് ഗതാഗത രംഗത്തൊക്കെ തന്നെയും നമുക്ക് അറിയാവുന്ന പോലെ ബസ്സുകളിലൊക്കെ ലൈംഗിക അതിക്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഒരു പക്ഷേ ഒരു വ്യക്തിയുടെ ജനനേന്ദ്രിയം പ്രദർശിപ്പിക്കൽ പോലും അത്തരം ഒരു ആക്ടിലേക്ക് നമുക്ക് എടുക്കാവുന്ന, ലൈംഗികമായിട്ട് പ്രലോഭിപ്പിക്കാനോ അല്ലെങ്കിൽ അവഹേളിക്കാനോ ഒക്കെ ഉള്ള എല്ലാ ശ്രമങ്ങളും നമുക്കിതിൻ്റെ രീതിയിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇവിടെ വാലിഡ് ആയിട്ടുള്ള കൺസെന്റ് എന്ന് പറയുമ്പോൾ സെക്സ് ചെയ്യുന്ന രണ്ടുപേരും തികഞ്ഞ അറിവുള്ളവരായിരിക്കണം,
പ്രായപൂർത്തി എത്തിയവരായിരിക്കണം, ബോധത്തിലായിരിക്കണം. അതിൽ യാതൊരു തരത്തിലുള്ള ഭീഷണിയുടെയോ പ്രേരണയുടെയോ പ്രലോഭനത്തിന്റെയോ അംശം ഉണ്ടാകാൻ പാടില്ല. ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 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 മേധാവി, ഒരു ഒരു സ്ഥാപനത്തിലെ മേധാവി ഒരാൾക്ക് തൊഴിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ തനിക്ക് തന്റെ കൂടെ സെക്സ് ചെയ്യണം എന്ന ഒരു ആവശ്യം ഉന്നയിക്കുകയാണെങ്കിൽ അതുപോലും ഈ പറഞ്ഞ റേപ്പിന്റെ ലെവലിൽ വരും. അവിടെ ഒരുപക്ഷെ ആ വ്യക്തി കൺസെന്റ് കൊടുക്കാം, ഈ ഉദ്യോഗാർത്ഥി എന്ന് പറയുന്ന ആൾ കൺസെന്റ് കൊടുക്കാം, പക്ഷെ ആ കൺസെന്റ് പോലും വാലിഡ് ആയിട്ടുള്ള കൺസെന്റ് അല്ല. ഇതുപോലെ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ടോ സ്ഥലം മാറ്റത്തിന് വേണ്ടിയിട്ടോ ആണെങ്കിലും അതല്ല ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക സഹായം ലഭ്യമാകേണ്ട ഒരു ആവശ്യത്തിലാണെങ്കിൽ പോലും അത്തരം ഒരു വ്യക്തിയുടെ ഏറ്റവും പരിതാപകരമായ സാഹചര്യത്തെ ദുരുപയോഗിച്ചുകൊണ്ട് ഈ സെക്സ് നേടുന്നത് പോലും റേപ്പിന്റെ പരിധിയിൽ വരും. അപ്പോൾ കേവലം ശാരീരികമായിട്ടുള്ള ആക്രമണത്തിലൂടെ ഒരു വ്യക്തിയെ വിധേയപ്പെടുത്തി ലൈംഗിക ആസ്വാദനം നേടുന്നത് മാത്രമല്ല റേപ്പിൽ വരിക. ഇതുപോലെയുള്ള പ്രോപ്പർ ആയിട്ടുള്ള വാലിഡ് ആയിട്ടുള്ള കൺസെന്റ് ഇല്ലാതെയുള്ള എല്ലാത്തരം ലൈംഗിക ചേഷ്ടകളും എല്ലാത്തരം ലൈംഗിക പ്രവർത്തികളും എല്ലാത്തരം ലൈംഗിക ഭാഷണങ്ങളും ഒക്കെയും റേപ്പിന്റെ പരിധിയിൽ വരുന്നതാണ്. നമ്മൾ ഈ വിഷയം സംസാരിക്കാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഇസ്ലാമിസ്റ്റുകൾ തങ്ങൾക്ക് അതിഭൗതികമായിട്ടുള്ള വളരെ ദിവ്യമായിട്ടുള്ള അമാനുഷികമായിട്ടുള്ള ചില ധാർമ്മിക മോഡലുകൾ തങ്ങളുടെ മുമ്പിലുണ്ട്. ആ ധാർമ്മിക മോഡലുകളൊക്കെ ലോകാവസാനം വരെയുള്ള എല്ലാ മനുഷ്യർക്കും ബാധകമായിട്ടുള്ളതും ഉപയോഗിക്കാവുന്നതുമാണ് എന്നുള്ള ഒരു നരേഷൻ കൊണ്ടുവരുന്നു. ഇസ്ലാമിക ധാർമ്മികത എങ്ങനെ ഉരുത്തിരിഞ്ഞു, അത് എത്രമാത്രം ധാർമ്മികമായിരുന്നു ഇസ്ലാം ഉണ്ടായ സാഹചര്യത്തിൽ, അത് ഇന്ന് 21-ാം നൂറ്റാണ്ടിലായിക്കോട്ടെ, അല്ലെങ്കിൽ 5 നൂറ്റാണ്ട് മുമ്പുള്ള 16-ാം നൂറ്റാണ്ടിലായിക്കോട്ടെ, 10 നൂറ്റാണ്ട് മുമ്പുള്ള 11-ാം നൂറ്റാണ്ടിലായിക്കോട്ടെ, ഇനി അതല്ല 7-ാം നൂറ്റാണ്ടിലോ 6-ാം നൂറ്റാണ്ടിലോ ആയിക്കോട്ടെ, അത് എത്രമാത്രം മാനവികമായിരുന്നു, അത് എത്രമാത്രം ശരിക്കും ധാർമ്മികമായിരുന്നു എന്നുള്ള ചോദ്യം കൂടി നമ്മൾ ചോദിക്കണം. അങ്ങനെ ചോദിക്കുമ്പോൾ ചില ആൾക്കാർക്ക് ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ടാകും. കാരണം ഞങ്ങൾ മഹോന്നതരെന്ന് വിചാരിക്കുന്ന ആൾക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങൾ പറയുന്നത്, ഇത് മതാവഹേളനമാണ് എന്നുള്ള പരിതാപം ഈ പറഞ്ഞ പോലെ കരച്ചിലും പിടിച്ചിലും ഒക്കെ ഒരു ഭാഗത്ത് വരും. പക്ഷെ നമ്മൾ ഇവിടെ പ്രധാനമായിട്ടും ഇങ്ങനെ വിഷയം എടുക്കാനുള്ള ഒരു കാരണം നാസ്തികരുടെ ബലാത്സംഗ സിദ്ധാന്തം എന്ന പേരിൽ ഒരു പ്രസന്റേഷൻ, ഈ നമ്മൾ അൺമാസ്കിംഗ് അനോമലീസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആനമയിൽ ഒട്ടകം വിഭാഗം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വിഭാഗം കൊണ്ടുവന്നിട്ടുള്ള ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു വീഡിയോ പ്രസന്റേഷനാണ്. ആ വീഡിയോ പ്രസന്റേഷനിൽ പറയുന്ന കാര്യങ്ങൾ എത്രമാത്രം നമുക്ക് പരിഗണനീയമാണ് എന്നുള്ളത് മാത്രമല്ല, എങ്ങനെയാണ് അവർ കാര്യങ്ങളെ വളച്ചൊടിക്കുന്നത് എന്നുള്ളതും കൂടെ നമുക്ക് പറഞ്ഞു പോകേണ്ടി വരും. അങ്ങനെ പറഞ്ഞു പോകുന്നതിന് മുമ്പായിട്ട് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന മതധാർമ്മികത അത് എത്രമാത്രം പ്രസക്തമാണ്, എത്രമാത്രം ധാർമ്മികമാണ്, എത്രമാത്രം കാലികമാണ് എന്ന ചോദ്യങ്ങൾ കൂടി നമ്മൾ മറുപടി പറയേണ്ടി വരും. ഒരു പക്ഷേ ഇസ്ലാമിന്റെ ഏറ്റവും പ്രഥമ ഗണനീയമായിട്ടുള്ള, ഏറ്റവും വിശുദ്ധമെന്നും ഏറ്റവും എന്താ പറയുക അടിസ്ഥാനമുള്ളതെന്നും പറഞ്ഞ മുസ്ലിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഖുർആൻ അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ ഈ മനുഷ്യരുടെ ധാർമ്മികതയെ പറ്റിയുള്ള കാഴ്ചപ്പാടുകൾ, അതിന്റെ വിശദീകരണങ്ങൾ, അതുമായി ബന്ധപ്പെട്ടിട്ട് കിടക്കുന്ന ഇസ്ലാമിക ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ഇവയും കൂടെ നമുക്ക് ചർച്ച ചെയ്ത് പോകേണ്ടി വരും. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു നമുക്ക് ഈ ഖുറാനിൽ നിന്ന് തുടങ്ങുമ്പോൾ അല്പം മൂത്ത സാധനത്തിൽ നിന്ന് തുടങ്ങാം. ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഖുറാനിലെ ഈ 4-ാമത്തെ അധ്യായത്തിലെ 24-ാമത്തെ വചനം സ്ഥിരമായ നമ്മുടെ ചർച്ചകൾക്ക് വിധേയമാകുന്ന ഒന്നാണ്. എങ്ങനെയാണ് നമ്മുടെ ലൈംഗിക ധാർമ്മികതയുണ്ട്? കാരണം ഇസ്ലാമിസ്റ്റുകൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ധാർമ്മികതയ്ക്ക് വ്യത്യസ്തമായ മാനങ്ങളെന്നുണ്ടെങ്കിലും അവരെപ്പോഴും ചർച്ച ചെയ്യുന്നതും ഒരുപക്ഷെ നിരീശ്വരവാദികൾക്കെതിരെ, നാസ്തികർക്കെതിരെ മുന്നോട്ട് വയ്ക്കുന്നതും ലൈംഗിക ധാർമ്മികതയാണ്. ലൈംഗിക ധാർമ്മികതയെ സംബന്ധിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ചിത്രമില്ലെന്നുള്ളതാണ്. അപ്പോ വിശ്വാസികളുടെ കാര്യത്തിൽ ദൈവം തമ്പുരാൻ മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ ഒരു ധാർമ്മിക വശം അത് എത്രമാത്രം ധാർമ്മികമാണ് എന്നൊന്ന് പരിശോധിക്കേണ്ടതില്ലേ? എന്തായിരുന്നു ഈ വചനം ഇറക്കപ്പെടാനുള്ള ഒരു സാഹചര്യം ഒന്നും കൂടെ നമുക്ക് ചർച്ച ചെയ്യേണ്ടതില്ല. അതൊന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. നിങ്ങൾ ആരൊക്കെയായിട്ട് നിങ്ങൾക്ക് സെക്സ് പാടില്ല എന്ന് പറഞ്ഞതിന് ശേഷം ഖുർആനിലെ 4-ാമത്തെ അധ്യായത്തിൽ സൂറത്ത് നിസാ, പ്രമാദമായ സൂറത്താണ്, സൂറത്ത് നിസായിലെ 24-ാമത്തെ വചനത്തിൽ വൽ മുഹ്സനാത്തു മിനൻ നിസാഹി ഇല്ലാ മാ മലക്കത്ത് ഐമാനുക്കും,
മറ്റുള്ളവരുടെ വിവാഹ ബന്ധത്തിലിരിക്കുന്ന സ്ത്രീകളും നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. സ്വാഭാവികമായിട്ട് അന്യന്റെ ഭാര്യയെ, അന്യന്റെ പാർട്ണറെ ആഗ്രഹിക്കരുത്. അതൊരു നല്ലൊരു സാധനമാണ്. ആരൊഴികെ? നിങ്ങളുടെ കൈകൾ ഉടമപ്പെടുത്തിയ അടിമ സ്ത്രീകൾ ഒഴികെ. നിങ്ങളുടെ മേൽ അള്ളാഹുവിന്റെ നിയമം അത്രേ ഇത്. ഈ ഒരു ധാർമ്മികത ഈ പ്രപഞ്ചമൊക്കെ സൃഷ്ടിച്ചൊരു ദൈവത്തിൽ നിന്നാണ് എന്ന് അവകാശപ്പെടുന്ന ഒരു മതമാണ് ഇസ്ലാം മതം. ഇപ്പൊ ഇതിന് നമ്മള് ഈ ഇസ്ലാം മതത്തിന് പറയുമ്പോൾ അതിന്റെ ഏറ്റവും മുന്നോട്ട് വെക്കുന്ന അതിന് ഫസ്റ്റ് പ്രമാണം എന്ന് പറയുന്ന വിശുദ്ധ എന്ന് പറഞ്ഞിട്ട് വിശുദ്ധവും കൂട്ടിയിട്ട് പറയുന്ന ഒരു പുസ്തകമാണ് വിശുദ്ധ ഖുർആനിലെ 4-ാമത്തെ അധ്യായത്തിൽ 24-ാമത്തെ വചനം. ഇവിടെ മാമലക്കത്ത് ഐമാനുക്കും. ആരാണ് മാമലക്കത്ത് ഐമാനുക്കും? അപ്പൊ അമാനി തഫ്സീർ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അമാനി തഫ്സീറിൽ ഈ പറഞ്ഞ സംഭവത്തിന് ഈ അവതരണ പശ്ചാത്തലമായിട്ട് പറയുന്നത് ഒരു ഔത്താസ് യുദ്ധമായിട്ടാണ്. ഔത്താസ് യുദ്ധത്തില് ബന്ധനസ്ഥരായ സ്ത്രീകള് വിവാഹിതരായവരോട് അവർക്ക് ഭർത്താക്കന്മാരുണ്ടായിരിക്കെ ബന്ധത്തിൽ ഏർപ്പെടുവാൻ സ്വഹാബികൾ വൈമനസ്യമുണ്ടായെന്നും ഇതിനെപ്പറ്റി അവർ റസൂൽ തിരുമേനിയോട് ചോദിച്ചുവെന്നും ആ സന്ദർഭത്തിൽ അവതരിപ്പിച്ചതാണെന്നാണ് പറയുന്നത്. ഇപ്പൊ അമാനി മൗലവിയുടെ തഫ്സീറിൽ ഇതിൽ ചെറിയ കുറച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടാണ് മൂപ്പര് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒറിജിനല് സഹീഹ് മുസ്ലിമില് ഒരു ഹദീസാണ് ഞാൻ വായിക്കുന്നത്. അബൂ സയ്ദിൽ ഖുദരിയിൽ നിന്ന്. അബൂ സയ്ദിൽ ഖുദരിയാണ് ഈ പറഞ്ഞ ഹദീസ്. അദ്ദേഹം ചിലപ്പം ആ ഒരു യുദ്ധത്തിന്റെ പോരാളി വല്ലതും ആയിരിക്കും. അപ്പൊ ഓക്കെ, അബൂ സയ്ദിൽ ഖുദരി പറയുകയാണെന്ന്, ഹുനൈൻ യുദ്ധാവസരത്തിൽ നബി സൈന്യത്തെ ത്വായിഫിനടുത്തുള്ള ഔത്താസിലേക്ക് അയച്ചു. അവരവിടെ ശത്രുക്കളെ കണ്ടുമുട്ടി. അവരുമായി യുദ്ധം ചെയ്തു. അവരുടെ മേൽ വിജയം നേടി. യുദ്ധത്തടവുകാരായി സ്ത്രീകളെയും ലഭിച്ചു. സ്വഹാബികളിൽ ഒരു കൂട്ടർ ആ സ്ത്രീകളുമായി ലൈംഗിക ബന്ധം നടത്തുന്നതിൽ വൈക്ലഭ്യം പ്രകടിപ്പിച്ചു. അവരുടെ ഭർത്താക്കന്മാർ മുശ്രിക്കുകളായിരുന്നു എന്നതാണ് കാരണം. അപ്പൊ ആരുമായിട്ടാണ് യുദ്ധം നടന്നത്? മുശ്രിക്കുകളുമായിട്ടാണ്. മുശ്രിക്കുകളുടെ ഭാര്യമാർ. അപ്പൊ മുശ്രിക്കുകളുടെ ഭാര്യമാര് ഒരു ഭർത്താക്കന്മാരവിടെ ഉണ്ട്. അപ്പൊ അവർക്കൊരു വൈക്ലഭ്യം. ഈ വിഷയത്തിൽ ദൈവവാക്യം അവതരിപ്പിക്കുകയുണ്ടായി. എന്താണ്? ഒരു സ്ഥലത്ത് ആ സ്ഥലം ആക്രമിച്ചിട്ട്, എന്താണ് അവിടെ മുശ്രിക്കുകളാണ്, അതായത് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ആളുകൾ അവരെ ആക്രമിച്ച് യുദ്ധത്തിന് കീഴടക്കി. ഓക്കെ, അള്ളാഹുവിന്റെ വിജയമാണെന്ന് നോക്കുക. അള്ളാഹുവിന്റെ ശത്രുക്കളാണല്ലോ ഈ മുശ്രിക്കുകളൊക്കെ. അവിടെ യുദ്ധത്തിൽ വിജയിച്ച സമയത്ത് അവിടെ കുറച്ച് സ്ത്രീകളെ കിട്ടുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം. ആ സ്ത്രീകളെ കിട്ടുമ്പോൾ അവരുമായിട്ട് ഭോഗിക്കലാണ് മെയിൻ ഇഷ്യൂ, മെയിൻ അജണ്ട. യുദ്ധം കഴിഞ്ഞാൽ ഫസ്റ്റ് അജണ്ടയാണ് അവർ ലൈംഗിക. അപ്പൊ അവിടെ ഒരു ചെറിയൊരു പ്രയാസം, ഭർത്താക്കന്മാരൊക്കെ അല്ലേ, മോശമല്ലേ എന്നുള്ള രീതിയിൽ. അപ്പോ പ്രപഞ്ചത്തിന്റെ നാഥൻ വചനം ഇങ്ങോട്ട് ഇറക്കുക, വൽ മുഹ്സനാത്തു മിനൻ നിസായി ഇല്ലാ മാ മലക്കത്ത് ഐമാനുക്കും. അന്യന്റെ ഭാര്യ നിങ്ങൾ ആഗ്രഹിക്കാനൊന്നും പാടില്ല. പക്ഷെ നിങ്ങൾ അടിമ സ്ത്രീകളാണെങ്കിൽ, അതായത് മാമലക്കത്ത് ഐമാനുക്കും ആണെങ്കിൽ, നിങ്ങൾ വലങ്കൈ ഉടമപ്പെടുത്തിയവരാണെങ്കിൽ കുഴപ്പമില്ല എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ കൺസെന്റ് എന്ന് പറഞ്ഞ സാധനം വർക്ക് ചെയ്യും. ഒന്നാമത്തത് ഒരു ശത്രുവാണ്. അവിടെ ഒരു സ്ഥലത്ത് പോയിട്ട് ആക്രമിച്ചിട്ട് കീഴടക്കി അവരെ സ്ത്രീകളെ ബന്ദികളായിട്ട് പിടിച്ചിരിക്കുകയാണ്. അവർക്ക് ഒരിക്കലും ഒരു വാലിഡ് കൺസെന്റ്, അവിടെ ഭയത്തിൽ, അവിടെ പറഞ്ഞ എന്തൊക്കെ ഭീഷണിയുണ്ട്? അവരെ ജീവന് ഭീഷണിയുണ്ട്. അവരെന്തെങ്കിലും എതിർത്ത് സംസാരിച്ച ഈ എല്ലാ ഭീഷണിയും വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത്. അവിടെ ഒരു പൂർണ്ണമായ അവര് സമ്മതം പറഞ്ഞാൽ പോലും അത് ഈ ഭീഷണി, ഈ പറഞ്ഞ ശത്രുക്കൾ വന്നിട്ട് ഈ ആക്രമിച്ച് കീഴടക്കി അവർക്ക് വഴങ്ങി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ജീവന് ഭയമുള്ള ഒരാൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. ഇവിടെ ദൈവം റേപ്പിനാണ് ആഹ്വാനം ചെയ്യുന്നത്. അത് പച്ചയ്ക്ക് പറയുകയാണ്. അത് പലപ്പോഴും ആളുകൾക്ക് ഒരു ചെറിയൊരു പ്രയാസം ഉണ്ടാക്കും. ഖുർആനിൽ റേപ്പിനാണ് ആഹ്വാനം ചെയ്യുന്നത്. ദൈവം റേപ്പ് ചെയ്യാൻ ആഹ്വാനം ചെയ്യും. നിങ്ങൾ വലങ്കൈ ഉടമപ്പെടുത്തിയ ഒരു സ്ത്രീകളുമായിട്ട്, അതായത് ഏത് യുദ്ധത്തിൽ, ഈ ഔത്താസിൽ നടന്ന ഹുനൈൻ യുദ്ധാവസരത്തിൽ ഈ പറഞ്ഞ സ്ത്രീകളുമായിട്ട് ലൈംഗിക ബന്ധം ആയിക്കോളൂ എന്ന് പറയുമ്പോൾ റേപ്പിന് അനുവാദം കൊടുക്കുന്ന ഒരു ദൈവത്തെയാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു ധാർമ്മികത, ഈ ഒരു വചനം കൊണ്ട് തന്നെ ഈ പറഞ്ഞ ഇസ്ലാമിന്റെ, ഈ പറഞ്ഞ ഖുർആനിന്റെ ധാർമ്മികത എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. അതിവിടെ മാത്രമല്ല, വേറെയും ഇതേപോലെ ഒരു യുദ്ധം ഉണ്ടായിരുന്നു. ആ യുദ്ധം ഇപ്പൊ ഈ 4:24 ഇത് കൂടാതെ അബൂ സയ്ദിൽ ഖുദരി തന്നെ ബനൂ മുസ്തലിഖ് യുദ്ധത്തിൽ ഞങ്ങൾ നബിയോടൊപ്പം പുറപ്പെട്ടു. അറബ് വനിതയിൽപ്പെട്ട ഏതാനും ബന്ദികളെ ഞങ്ങൾക്ക് ലഭിച്ചു. ഞങ്ങൾ സ്ത്രീകളിൽ ആസക്തരായി. ഏത്?
13 വർഷം മക്കയിൽ ത്യാഗം സഹിച്ച് പിന്നെ മദീനയിലേക്ക് വന്ന് പിന്നെ തുടങ്ങിയ യുദ്ധമാണ്. പിന്നെ അവിടെ കുറച്ച് സ്ത്രീകളെ കാണുമ്പോൾ ഈ തക്കവ അങ്ങ് നഷ്ടപ്പെടും. എനിക്ക് ഇതൊക്കെ തക്കവ നഷ്ടപ്പെടുന്ന രീതിയിലാണോ എന്ന് എനിക്കറിയില്ല. അബൂ സഈദ് അൽ ഖുദരി പറയണത്, നമ്മൾ ആ സ്ത്രീകളല്ല ആസക്തരായി, വിഭാരത്ത് ഞങ്ങളെ ക്ലേശകരമാക്കിയിട്ടുണ്ടായിരുന്നു. നാട്ടില് സ്ത്രീകളൊന്നും ഉണ്ടാവില്ലല്ലോ, അപ്പൊ വിഭാരത്ത് ഞങ്ങളെ വളരെ ഞങ്ങൾ അപ്പോ വിഭാരത്ത് ഞങ്ങളെ ക്ലേശകരം, ആ സ്ത്രീകളുടെ ആസക്തരുമായി ഞങ്ങൾക്ക് വിഭാരത്വം, ഇതാണ് മെയിൻ സാധനം. ഇതാണ് അത്. ഇത് കഴിച്ചിട്ടുള്ള പരിപാടി ഒന്ന് വേറെ ബാക്കിയൊക്കെ പിന്നെ ഇത് കഴിഞ്ഞിട്ടാണ് വിഭാരത്തെ ക്ലേശകരമാക്കുന്നത്. അപ്പൊ അവരുടെ ടെൻഷൻ എന്താണ്, ഞങ്ങൾ അസില് ചെയ്യട്ടെയോ എന്ന് അവർ കൺഫ്യൂഷനായി. ആകെയുള്ള കൺഫ്യൂഷൻ അതാണ്. റേപ്പ് ചെയ്യുമ്പോഴുള്ള ആ ഒരു ഗിൽട്ടി ഫീൽ അല്ല, അസില് ചെയ്യണമെന്ന്. എന്താണ് അസിൽ എന്ന് പറഞ്ഞാല് ഈ ശുക്ലം യോനിയിൽ പതിക്കാതെ പുറത്ത് കളയൽ ചെയ്യാൻ ആഗ്രഹിച്ചു. അതിനും കാരണമുണ്ട്. ഈ പറഞ്ഞ കോയിറ്റസ്, ഇത് എന്തുകൊണ്ടാണ് ഇത് കാരണം എന്ന് പറഞ്ഞാൽ, അടിമ സ്ത്രീകൾക്ക് ഗർഭിണി ആയി കഴിഞ്ഞാൽ വില കുറയും. വല്ല പോത്തോ ആടൊക്കെ ആണെങ്കിൽ വില കൂടുമെന്നാണ് ഇസ്ലാമിന്റെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ എഴുതി. അപ്പം മനുഷ്യ സ്ത്രീകളില് ഈ പറഞ്ഞ അടിമ സ്ത്രീകള് ഗർഭിണി ആയി കഴിഞ്ഞാൽ റേറ്റ് കുറയും. അപ്പം റേറ്റ് കുറയുന്നതുകൊണ്ടായിരിക്കും ഇവർ അസിൽ ചെയ്യാൻ ആഗ്രഹിച്ചു. അപ്പം പിന്നെ അസിൽ ചെയ്യാൻ തീരുമാനിക്കവേ ഞങ്ങൾ പരസ്പരം പറഞ്ഞു, നമ്മൾക്കിടയിൽ അല്ലാഹുവിന്റെ ദൂതൻ ഉണ്ടായിരിക്കെ ചോദിക്കാതെ അസിൽ ചെയ്യാൻ പാടുണ്ടോ? എല്ലാ സാധനവും മൂപ്പരോട് ചോദിച്ചിട്ട് വേണം ചെയ്യാൻ. അങ്ങനെ അതേപറ്റി ചോദിച്ചു. അവിടുന്ന് പറഞ്ഞു, നിങ്ങൾക്ക് എന്താ ചെയ്യാതിരുന്നാല് അസിൽ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, അന്ത്യനാൾ ഉണ്ടായിരിക്കുന്ന ജീവനൊക്കെ ഉണ്ടാവും. ഇതാണ് കോൺസെപ്റ്റ്. നമ്പർ കൂടിക്കോട്ടെ, കുഴപ്പമില്ല, എന്താ കുഴപ്പം, അങ്ങ് ചെയ്യ. നമ്മളൊരാള് ഇതേപോലുള്ള കുറച്ച് സ്ത്രീകളെ പിടിച്ചുകൊണ്ടുവന്ന് നമ്മളിപ്പോ ഏതെങ്കിലും ഒരു സിനിമയൊക്കെ പോലും എടുക്കുക, ഇതേപോലെ യുദ്ധത്തില് ഒരു ശത്രു സൈന്യത്തെ കീഴടക്കിയിട്ട് അവിടുത്തെ സ്ത്രീകളെ പിടിച്ചുകൊണ്ടുവന്നിട്ട് അവരുമായിട്ട് പിന്നെ സെക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന് വില്ലന്മാരാണ് സാധാരണ ചെയ്യുക. ഇത് നായകന്മാരാണ് ഇവരൊക്കെ. അവിടെ ഈ പറഞ്ഞ പ്രവാചകൻ പറഞ്ഞ എന്ത് കുഴപ്പമില്ല, അതിനെന്താ കുഴപ്പം, സെക്സ് ചെയ്തോ കുഴപ്പമില്ല, അസിലൊന്നും ചെയ്യണ്ട, അതൊന്നും ഉണ്ടായിക്കോട്ടെ, അല്ലാഹ് നോക്കിക്കോളൂ, ജീവനൊക്കെ ഉണ്ടായിക്കോളൂ, കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു പ്രവാചകനും അടിമ സ്ത്രീകളെ ഭോഗിച്ചോളൂ എന്ന് പറയുന്ന ഒരു പടച്ചവനും നല്ലൊരു സ്കെറ്റാണ്. ഇവര് ഭയങ്കര കൂട്ടാണ് അല്ലേ ഷിഹാബുക്ക്? എന്താ നിങ്ങളുടെ അഭിപ്രായം? മുഹമ്മദും സഹാബികളും ഒരു ആക്രമണം നടത്തുന്നു. പുരുഷന്മാരെയും സ്ത്രീകളെയും കുറച്ച് പുരുഷന്മാരെ കൊന്നിട്ടുണ്ടാവും, ചേർത്ത് നിന്നവരെ വരച്ചിട്ടുണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം, നമുക്ക് വ്യക്തമല്ല. എന്തായാലും കുറച്ച് അടിമകളായിട്ട്, കുറച്ച് വാർ ക്യാപ്റ്റീവ്സ് ആയിട്ട്, യുദ്ധ തടവുകാരെന്ന രീതിയിൽ കുറച്ചു പേരെ തടവിലാക്കും. പ്രിസണേഴ്സ് ഓഫ് വാർ എന്ന് പറയാം, അല്ലെങ്കിൽ വാർ ക്യാപ്റ്റീവ്സ് എന്ന് പറയാം. യുദ്ധ തടവുകാരോട് ഇനി സൈനികരായിക്കോട്ടെ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് ഇന്ന് നമുക്കറിയാം. അപ്പൊ നമ്മുടെ ഒരു ഉദാഹരണത്തിന് എടുക്കുക, പാകിസ്ഥാൻ പട്ടാളം ഒരു യുദ്ധാവസരമാണ് എന്ന് വെറുതെ സങ്കല്പിക്കും. നമ്മുടെ അതിർത്തി പ്രദേശം കടന്നിട്ട് ഒരു സൈനിക വ്യൂഹം, ഒരു ബറ്റാലിയൻ നമ്മുടെ ഇന്ത്യൻ ഗ്രാമത്തിലേക്ക് കടന്നു വന്നിട്ട് അവിടുത്തെ സിവിലിയൻസ് ആയിട്ടുള്ള ആൾക്കാരെ അവർ കൊല്ലുകയോ അല്ലെങ്കിൽ അവർ തടങ്കലിലാക്കുകയോ ചെയ്യുന്നു. അതിൽ സ്ത്രീകളെ അവരെ പിടിച്ചെടുക്കുന്നു. അവരുടെ ബങ്കറിൽ കൊണ്ടുപോയി ഈ സ്ത്രീകളെ എന്താ പറയുക, ലൈംഗികാവസ്ഥ ഉപയോഗിക്കാനായിട്ട്. നമ്മൾ പറയുന്നത് അങ്ങനെ ഒരു തടവുകാരെ ലൈംഗികാവസ്ഥ ഉപയോഗിക്കുന്നത് അതിനെ റേപ്പ് എന്ന് തന്നെയാ പറയുക. മലയാളത്തിൽ ബലാത്സംഗം എന്ന് പറയും. വളരെ പങ്ക്ച്വലായിട്ട് കൃത്യതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരാളാണ് നമ്മുടെ അള്ളാഹു. അള്ളാഹു ഒരു പുതിയ നിയമം, ധാർമ്മിക നിയമം കൊടുക്കുകയാണ്. എന്താണ്? പ്രിസണേഴ്സ് ഓഫ് വാർ, യുദ്ധത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീകളുമായിട്ട് അല്ലെങ്കിൽ അവരെ ലൈംഗിക വേഴ്ചയ്ക്ക് ഉപയോഗിക്കുമ്പോൾ, അവരെ ബലാത്സംഗം ചെയ്യുമ്പോൾ കോയിറ്റസ് ഇന്ററപ്റ്റസിന്റെ ആവശ്യമില്ല. കാരണം പുരുഷ ജനിതക ദ്രവ്യമായിട്ടുള്ള ശുക്ലമകത്ത് ചെന്നാൽ കുട്ടികൾ ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടായിക്കോട്ടെ. കാരണം ജനിക്കാനുള്ള ആത്മാവുകളുടെ കാര്യമൊക്കെ അള്ളാഹു നേരത്തെ തീരുമാനിച്ചു വെച്ചിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത് ബലാത്സംഗം അല്ല എന്നാണ് ഈ ഇസ്ലാമിസ്റ്റുകളൊക്കെ പൊതുവെ പറയുക. എന്തുകൊണ്ടാണ്? ഈ പിടിക്കപ്പെട്ട സ്ത്രീകളുടെ ഭർത്താക്കന്മാരുണ്ട്, പക്ഷേ ഭർത്താക്കന്മാരെയും ഈ ഭാര്യമാരെയും വേർതിരിച്ച് നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് പരസ്പരം ഈ ലൈംഗിക വേഴ്ച ഏർപ്പെടാനായിട്ട് അവർ തടവുകാരായിരിക്കാൻ പറ്റില്ല. അപ്പൊ സ്ത്രീകൾക്കും ലൈംഗിക ആഗ്രഹം ഉണ്ടാകാമല്ലോ. അപ്പൊ അത് നിവർത്തിച്ചു കൊടുക്കുന്നതിൽ എന്താണ് പ്രശ്നം എന്ന് പറയുന്നൊരു ചോദ്യം സാധാരണ ഇസ്ലാമിക ധാർമ്മികതയുടെ വക്താക്കൾ മുന്നോട്ട് വയ്ക്കാറ്. ഒന്ന്, വളരെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വിധേയപ്പെട്ടു പോയ, പിടിക്കപ്പെട്ടു പോയ, അശരണരായിട്ടുള്ള, ആലംബഹീനരായിട്ടുള്ള, ദുർബലരായിട്ടുള്ള
ഒരു ലൈംഗിക ആക്രമണത്തിന് വിധേയരാകാൻ പറ്റാത്ത ശാരീരിക മാനസികാവസ്ഥയിൽ ഉള്ള മനുഷ്യരാണ് ആ സ്ത്രീകൾ. അവരോട് അങ്ങനെ അവരെ ബലാത്സംഗം ചെയ്തത് തെറ്റാണോ അല്ലയോ എന്നല്ലല്ലോ തിരുദൂതരോട് ചോദിക്കുന്ന ചോദ്യം. അവിടെ വിഡ്രോവൽ മെത്തേഡ് സന്താന നിയന്ത്രണത്തിന് വേണ്ടി ഉപയോഗിക്കാമോ എന്നുള്ള കേവലമായ ചോദ്യമാണ്. അവർക്ക് ബലാത്സംഗം ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്നുള്ള ചോദ്യമേ ഇല്ല. അങ്ങനെ അവർക്ക് ആശങ്കയെ അവർക്കില്ല. കാരണം അത് ഇസ്ലാമിക ധാർമ്മികതയിൽപ്പെട്ട കാര്യമാണെന്ന് അവർക്കറിയില്ല. വിഡ്രോവൽ മെത്തേഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ഇങ്ങനെ അടിസ്ഥാനപരമായി ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തെ, സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, ഇവിടെ സ്ത്രീകളാണ്, അവരുടെ വ്യക്തിത്വത്തെ, അവരുടെ മാനസികാവസ്ഥയെ, അവരുടെ ക്ഷമതയെ, അവരുടെ അഭിമാന ബോധത്തെ, അവർക്ക് തങ്ങളുടെ ഇടയോടുള്ള വിധേയത്വത്തെയും താല്പര്യത്തെയും ഒക്കെയും മാറ്റിവെച്ചുകൊണ്ട് സഹാബി വര്യന്മാരുടെ ലൈംഗിക ചേഷ്ടകൾക്ക് ബലാത്സംഗത്തിന് വിധേയമാകപ്പെടുന്ന രീതിയിൽ ആണ് ഇസ്ലാമിക ധാർമ്മികത ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളതെങ്കിൽ ഇവർക്ക് എന്ത് അവകാശമാണ് ആധുനിക ധാർമ്മികതയിൽ ഊന്നി ജീവിതം നയിക്കുന്ന ആൾക്കാരെ ചോദ്യം ചെയ്യാൻ എന്നുള്ളൊരു ചോദ്യം വരും. അപ്പൊ ഈ രണ്ട് ഹദീസുകൾ നമ്മൾ ഔത്താസ് യുദ്ധാവസരത്തിലുള്ള കാര്യം എടുത്തു കഴിഞ്ഞാലും ബനു മുസ്തലിഖ് അവസരത്തിൽ ഈ പറയുന്ന അവർക്ക് ഈ ഭർത്താക്കന്മാർ ഉണ്ടായിരിക്കുകയാണെങ്കിൽ ഇല്ലായിരിക്കുകയാണെങ്കിലും അവരെ ലൈംഗികമായി ഉപയോഗിക്കുക എന്ന് പറയുന്ന കേവലം മനുഷ്യത്വരഹിതമായ കർമ്മം ചെയ്യാനായിട്ട് സാധാരണ മനുഷ്യർ അങ്ങനെ ചെയ്യില്ല. ഇത്രമാത്രം അങ്ങനെ ഒരു കാര്യം ആക്ടിവിറ്റി ചെയ്യാനായിട്ട് ദൈവിക വെളിപാടുണ്ടാവുക, വിശുദ്ധ വചനങ്ങൾ ഇറങ്ങുക എന്ന് പറയുന്ന ഒരു അസന്മാർഗിക പരിപാടി. ആ അസന്മാർഗികതയിലാണ് ഇസ്ലാമിക ധാർമ്മികതയുടെ ലൈംഗിക ധാർമ്മികതയുടെ അടിത്തറ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇവിടെ ഈ അടിമ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മാമലക്കത്ത് അയ്മാനുക്കും അതിനൊക്കെ പുതിയ പെയിന്റുകളൊക്കെ ഉണ്ട്. അപ്പൊ ആവേശത്തിൽ ഒരു സീനുണ്ട്, അവസാനം രംഗൻ അടിച്ച പെയിന്റ് ചെക്കന്ന് പൊളിച്ചു നോക്കുന്നുണ്ട്. അതിന്റെ ഉള്ളില് മാമലക്കത്ത് അയ്മാനുക്കിന്റെ പെയിന്റ് പൊളിക്കാൻ നമുക്കൊരു സെപ്പറേറ്റ് രംഗൻ ചേട്ടന്റെ കൂടെ ഉണ്ടായിരുന്ന പയ്യന്റെ പണി നമ്മളൊന്ന് എടുക്കേണ്ടതുണ്ട്. ആ പെയിന്റ് ഒന്ന് പൊളിക്കേണ്ടതുണ്ട്. മഴയുടെ കാലം ഈ നനഞ്ഞ ഭിത്തിമേല് പെയിന്റ് അടിച്ചു കഴിഞ്ഞാല് നിക്കില്ല. ഈ ഉണങ്ങിയ മനസ്സുകളുടെ മേൽ ഇത്തരം ഭിത്തികൾ ഈ സംഭവം ചേരുള്ളൂ. നമ്മൾ ഈ നനച്ച് കോൺക്രീറ്റ് ചെയ്തതിനു ശേഷം പ്ലാസ്റ്റർ ചെയ്തതിനു ശേഷം നന്നായിട്ട് നനച്ചിട്ട് തന്നെയാണ് നമ്മൾ മനസ്സുകൾ സൂക്ഷിക്കുന്നത്. അപ്പൊ അവിടെ അത്തരം നനഞ്ഞ മനസ്സുകളുടെ മേല് ഈ ഉണങ്ങിയ തത്വശാസ്ത്രവും കൊണ്ട് ഇവർ വരും, അതിൽ സംശയമില്ല. അപ്പൊ അതില് ഈ അടിമകളെ എന്തൊക്കെ ചെയ്യാം? രണ്ടുപേരുടെ ഉടമസ്ഥയിൽ ഒരു അടിമ സ്ത്രീ ഉണ്ടെങ്കിൽ ഒരാൾ ഭോഗിച്ച ശേഷം രണ്ടാമത്തെ ആൾ ഭോഗിക്കാൻ 2 ആർത്തവകാലം കാത്തിരിക്കണമോ വേണ്ടയോ എന്നുള്ള ചോദ്യമാണ്. അപ്പോ ഇതൊക്കെയാണ് ഇസ്ലാമിന്റെ പണ്ഡിതന്മാര്, അതായത് ഇബ്നു ഖുദാമ മുഗ്നിയിൽ എഴുതി വെച്ചിട്ടുള്ള സാധനങ്ങളാണ്. ഇമാം ഷാഫിയുടെ അനുയായികൾ ഒരു അഭിപ്രായം പറഞ്ഞു, ഇസ്തിബ്ര അതായത് കാത്തിരിപ്പ് 1 ആർത്തവകാലം മതി എന്നാണ് ഇമാം ഷാഫിയുടെ കൂട്ടരൊക്കെ പറയുന്നത്. കാരണം ഇസ്തിബ്രയുടെ താല്പര്യം ഗർഭപാത്രത്തിലെ ശുദ്ധി അറിയലാണ്. 1 ആർത്തവം കൊണ്ട് തന്നെ ഗർഭപാത്രത്തിലെ ശുദ്ധി അറിയാവുന്നതാണ് എന്ന് ഇബ്നു ഖുദാമ ഇവരുടെ മുഗ്നിയിലൊക്കെ എഴുതി വെച്ചിട്ടുള്ള, ഇതൊക്കെയാണ് ഇവരുടെ ഈ ചില പുസ്തകങ്ങളിലൊക്കെ എഴുതി വെച്ചിട്ടുള്ള പണ്ഡിതന്മാരുടെ ചർച്ച. 2 പേരുടെ ഉടമസ്ഥയിൽ അടിമസ്ത്രീ ഉണ്ടെങ്കിൽ ഒരാൾ ഭോഗിച്ച ശേഷം രണ്ടാമത്തെ ആളെ ഭോഗിക്കാൻ ആർത്തവകാലം എത്ര കാലം കാത്തിരിക്കണം? 2 ആർത്തവകാലം വേണോ വേണ്ടയോ? എന്താണ് ഒരു സ്ത്രീ അവിടെ ഒരു പ്രൊഡക്റ്റ് ആയിട്ടാ ഇതേ സാധനം ലൈംഗിക അടിമ സ്ത്രീകളെ കൈമാറാൻ അള്ളാഹു ഹലാലാക്കിയിട്ടുള്ളത്. വിവാഹം സ്ത്രീക്ക് അടിമത്തമാണ് എന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ടെങ്കിലും മഹർ നൽകി സ്വന്തമാക്കിയ സ്ത്രീകൾ ഹലാലായ ഭാര്യ ഒരു അർത്ഥത്തിൽ അടിമ സ്ത്രീ തന്നെയാണെങ്കിലും കൈമാറൽ ഹലാലായ ലൈംഗിക അടിമ സ്ത്രീകൾ ഗണത്തിൽ വരില്ല. ലൈംഗിക അടിമ സ്ത്രീകളെ ലൈംഗിക ഉപയോഗം നടത്തുമ്പോൾ ഗർഭിണിയാകുന്നത് മൂലം സ്വത്ത്, അതായത് വിൽപ്പന അവകാശം നഷ്ടപ്പെടാതിരിക്കാൻ ഗർഭനിരോധന മാർഗങ്ങൾ സ്വീകരിക്കൽ ഹലാലാണ് എന്ന് ഇസ്ലാമിന്റെ ദൃഷ്ടാന്തം എന്ന പേരിൽ ആദരണീയമായ ഇമാം ഗസാലി ഇഹിയയിൽ പറഞ്ഞിട്ടുണ്ട്. ഇമാം ഗസാലിക്ക് വേറൊരു അഭിപ്രായം ഉണ്ട് അതിൽ. അങ്ങനെയാണെങ്കിൽ അത് കുഴപ്പമില്ല, നമുക്ക് എന്താ പറയാ, അവരുടെ ഗർഭം അങ്ങനെ ഇല്ലാണ്ട് നോക്കാം. ലൈംഗിക അടിമ സ്ത്രീ ഗർഭിണിയായാൽ ഗർഭം കലക്കി കളയാൻ ഉടമസ്ഥന് അവകാശമുണ്ടെന്ന് ഇമാം മർവസി റഹിമഹുല്ല ഫത്വ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഗർഭം കലക്കൽ എപ്പോഴും ആകാമെന്ന് ഹനഫികൾ പറയുന്നുണ്ട്. ലൈംഗിക ചൂഷണം നടത്തി അടിമ സ്ത്രീകളുടെ യജമാനന്റെ കുട്ടികളെ പിറന്നാൽ വിൽപ്പന സാധ്യത ഇല്ലാത്തതിനാലാണ് ഇത്. കുറെ പേർ സംഘം ചേർന്ന് ഒരു ലൈംഗിക അടിമ സ്ത്രീയെ സ്വന്തമാക്കിയാൽ ഒരു ഉടമസ്ഥൻ ലൈംഗികമായി ഉപയോഗിച്ചാൽ പിന്നെ ഹൈൽ, അതായത് മെൻസസ് കഴിഞ്ഞാണ് ഉടമസ്ഥന്റെ മറ്റൊരാൾക്ക് ലൈംഗിക ഉപയോഗം നടത്തൽ ഹലാലാവുക. ഇത് ഇമാം ഖുദാമ
വിശ്വവിഖ്യാതമായ ഫിഖ് ഗ്രന്ഥമായ മുഗ്നിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് ഫിഖ് ഗ്രന്ഥത്തിലെ ഒരു 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 സ്ഥലത്ത് നമ്മളിപ്പോ സൂറത്ത് നിസായിൽ 24-ാമത്തെ വചനത്തിൽ ആ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ്, യുദ്ധത്തിൽ പിടിച്ച ആളുകളെ എങ്ങനെ ഭോഗിച്ചാൽ എങ്ങനെ, രണ്ടു കൂട്ടർ കൂടിയിട്ട് പിന്നെ അടിമയുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം, അവരെ ഭോഗിച്ച് എത്ര ദിവസം കാത്തിക്കണം, അറ്റാക്ക് ഭോഗിക്കണമെങ്കിൽ. ഇതാണ് ഇസ്ലാമിന്റെ മെയിൻ ചർച്ച. ഇത് ഈ സാധനം ഷുഹൈബുൽ ഹൈതമിനോട് ഈ ചോദ്യം ഫേസ്ബുക്കിൽ ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞു ഉണ്ട്, ഇല്ലെന്ന് ആര് പറഞ്ഞു? ഒരു അടിമ സ്ത്രീയെ ഒന്നിലധികം പുരുഷന്മാരോ സ്ത്രീകളോ ഇരുവരുമോ ഉടമപ്പെടുത്തിയ രീതി ഇസ്ലാമിൽ നിർത്തൽ ചെയ്തിട്ടില്ല. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയുന്നുണ്ട്, ഒരു ഡിസ്കഷനാണ്. അപ്പൊ അതിൽ ചോദിക്കുകയാണ്, ഉടമകൾക്ക് ഒരടിമയുടെ മേൽ ഭോഗാവകാശം ഉണ്ടാവും എന്നാണ് ഷുഹൈബുൽ ഹൈതമി ഇതുപോലുള്ള ഫേസ്ബുക്കിൽ മൂപ്പര് ഇതിനെ കുറിച്ചൊക്കെ ആയിട്ടുള്ള. പക്ഷെ ഇവരൊക്കെ ഇന്ന് ഭയങ്കര മാനവികരാണ് കേട്ടോ. ഡിബേറ്റിലൊക്കെ വരുമ്പോൾ നമ്മളെ പിന്നെ ആരിഫ് ഹുസൈനുമായിട്ടുള്ള ഡിബേറ്റിലൊക്കെ ഭയങ്കര മാനവികരാണ്. ഇതൊക്കെ അതൊന്നും കുഴപ്പമില്ല, രണ്ടുപേർക്ക് ഒരു ഷെയർ ഒക്കെ ഇട്ടിട്ട് അടിമയെ ഭോഗിക്കാം. അതിന് എന്താണ് ഈ പറഞ്ഞ ഇസ്തിബ്ര, കാത്തിരിപ്പ് കാലം ഒന്ന് കൈകാര്യം ചെയ്യണം. അപ്പൊ ഇതുപോലെയാണ് ഇവര് യുദ്ധത്തിനൊക്കെ പോയിട്ട് പിടിച്ചുകൊണ്ടുവന്ന ആളുകളോടൊക്കെ പെരുമാറുന്നത്. ഇവരൊക്കെയാണ് ബാക്കിയുള്ള ആളുകളെ കൺസെന്റ് ഉണ്ടെങ്കിൽ എന്തു ആവാലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റും പിന്നെ നമ്മള് നേരത്തെ പറഞ്ഞ പോലുള്ള ഈ വിഷയത്തിലുള്ളവരുടെ ഇടപെടലൊക്കെ. അപ്പൊ ഒന്ന് ഈ സ്ത്രീകളുടെ ഒരു കാത്തിരിപ്പ് കാലത്തിന് ആണ് പറയുന്നത് ഇസ്തിബ്ര എന്ന് പറയുന്നത്. എല്ലാവർക്കും മിക്കവാറും ആൾക്കാർക്ക് കേട്ടിട്ടുണ്ട്. ഭർത്താവ് മരിക്കുകയോ ഭർത്താവ് വിവാഹമോചനം ചെയ്യുകയോ ചെയ്ത സ്ത്രീകൾക്ക് മറ്റൊരു ആളുമായിട്ട് വിവാഹം കഴിക്കണമെങ്കിൽ കാത്തിരിക്കേണ്ട കാലം, അല്ലെങ്കിൽ വിവാഹം കഴിക്കേണ്ടെങ്കിൽ പോലും അനുഷ്ഠിക്കേണ്ട ഒരു ആചാരമാണ് 90 ദിവസമോ 130 ദിവസമോ അല്ലെങ്കിൽ പ്രസവം വരെയോ കാത്തിരിക്കുക എന്ന് പറയും. ഇതാണ് ഇദ്ദ പറയുന്നത്. എന്നാൽ ഇസ്തിബ്ര എന്ന് പറയുന്നത് മറ്റൊന്നാണ്. അത് അടിമ സ്ത്രീകളെ സംബന്ധിച്ചും യുദ്ധത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ആക്രമണങ്ങളിൽ പിടിക്കപ്പെട്ടിട്ടുള്ള സ്ത്രീകളെ സംബന്ധിച്ചുള്ള കാലാവധിയാണ്. എളുപ്പത്തിൽ ഒരു ഉദാഹരണം പറയാം. ഖൈബർ യുദ്ധത്തിൽ സഫിയ എന്ന് പറയുന്ന ജൂത പെൺകുട്ടി ആദ്യം പിടിക്കപ്പെട്ടു. റുസറോഫാറാണ് യുദ്ധ തടവുകാരിയാണ്. ദിഹത്തിൽ കൽബി എന്ന് പറയുന്ന സഹാബിയുടെ ഷെയറായിട്ട് ആദ്യം മാറി. അപ്പോഴവർ അടിമ സ്ത്രീയാണ്. ആ സ്ത്രീയെ വളരെ കുലീനയും സുന്ദരിയുമാണ് എന്ന് തിരുദൂതരുടെ ശിഷ്യഗണത്തിൽപ്പെട്ട രണ്ടുപേര് വന്ന് പറയുമ്പോൾ, എന്നാൽ പിന്നെ കൊണ്ടുവരൂ കാണട്ടെ എന്ന് തിരുദൂതര് മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ആ സ്ത്രീയെ കൊണ്ടുവരികയും ചെയ്തപ്പോൾ സുന്ദരിയാണ്, കുലീനയാണ്, രാജകുടുംബത്തിൽപ്പെട്ടിട്ടുള്ള പെൺകുട്ടിയാണ്. ഭർത്താവ് അന്ന് മരണപ്പെട്ടിട്ടേ ഉള്ളൂ, സഹോദരനും മരണപ്പെട്ടു, പിതാവ് നേരത്തെ കൊല്ലപ്പെടുന്നു മുസ്ലിങ്ങളുടെ കയ്യിലാൽ തന്നെ. പിതാവ്, സഹോദരനും, മാതുലനും ഭർത്താവും കൊല്ലപ്പെട്ട സ്ത്രീയാണ്. ഭർത്താവും സഹോദരനും അന്ന് കൊല്ലപ്പെട്ടിട്ടേ ഉള്ളൂ. ആ സ്ത്രീയെ മുഹമ്മദ് നബി വിവാഹം കഴിക്കാനുള്ള താല്പര്യം പ്രകടിപ്പിക്കുന്നു. അതിനുശേഷം സഫിയയുമായിട്ട് യുദ്ധത്തിൽ തിരിച്ചു വരുന്നത് വഴി അറകൂടി എന്ന് ഇസ്ലാമിക ചരിത്രത്തിൽ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. ആ ഒരു സംശയം പൊതുവെ ആൾക്കാർക്ക് ഒരു സംശയം വരും. അങ്ങനെ ഭർത്താവ് മരിച്ചുപോയ, കൊല്ലപ്പെട്ടതാണെങ്കിലും മരിച്ചതായാലും സ്ത്രീ ചുരുങ്ങിയത് ഈ പറഞ്ഞതുപോലെ ഒരു 130 ദിവസം ഇത് ഇരിക്കേണ്ടെന്ന് ചോദ്യം വരും. ആ ചോദ്യം ഉന്നയിക്കുമ്പോഴാണ് പറയുക, അവര് അടിമ സ്ത്രീയായിരുന്നു. അടിമ സ്ത്രീക്ക് യുദ്ധകാലം ഇല്ല, ഇസ്തിബ്രയുടെ കാലമാണ്. അപ്പൊ ഇസ്തിബ്ര എത്രയാണ്? അത് ഇവിടെ പറഞ്ഞു. അത് ഒരു മെൻസസ് പീരീഡ് കഴിയാതെ വെച്ച് കഴിഞ്ഞാൽ മെൻസ്ട്രേഷൻ കഴിഞ്ഞിട്ട് കുളിക്കുന്നത് വരെയുള്ള പീരീഡ്. ആ സമയം കഴിഞ്ഞു പോയിരുന്നു എന്നുള്ളതാണ് മുഹമ്മദ് നബി ചെയ്ത പ്രവൃത്തി എന്ന് പറയുന്നത് ഇസ്ലാമികമാണ് എന്ന് അതിനെ ന്യായീകരിക്കാനായിട്ട് ഇസ്ലാമിസ്റ്റുകൾ പറയുന്ന കാര്യം. ഇവിടെ ഇസ്തിബ്ര എന്താണ്? ഇപ്പൊ ഇവിടെ പറഞ്ഞ വിഷയത്തിൽ ഒരു അടിമ സ്ത്രീ, ആ അടിമ സ്ത്രീയെ എത്ര പേർക്ക് ഉടമപ്പെടുത്താൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര സഹാബികൾക്ക് ഒരേ സമയത്ത് ഒരു സ്ത്രീയെ അവരുടെ ജോയിന്റ് പ്രോപ്പർട്ടി ആയിട്ട്, പൊതു വസ്തുവായിട്ട് കൈവശം വയ്ക്കാൻ പറ്റും. അതിന് നിയമനിബന്ധനകളില്ല. 2 പേർക്കോ 5 പേർക്കോ 10 പേർക്കോ, സാമ്പത്തികം കുറവുള്ളവരാണെങ്കിൽ 10 പേരൊക്കെ ഷെയർ ഇട്ടിട്ട് ഒരു 100 ദിർഹത്തിനോ 200 ദിർഹത്തിനോ ഒരു സ്ത്രീ അടിമയെ വാങ്ങുക. അപ്പൊ അടിമ സ്ത്രീകൾ ലൈംഗികാസ്ത്രം ഉപയോഗിക്കാം എന്നുള്ളത് വിശുദ്ധ വചനമാണ്, ഇസ്ലാമിക ധാർമ്മികതയാണ്. അങ്ങനെയാണെങ്കിൽ ഒരാൾ ആ ഷെയർ ഹോൾഡേഴ്സിൽ, ഓഹരി ഉടമകളിൽ ഒരാൾ ലൈംഗിക ആവശ്യത്തിന് ഈ അടിമ പെൺകുട്ടിയെ, സ്ത്രീയെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അടുത്തയാൾക്ക് ഇത് എപ്പോൾ ഉപയോഗിക്കാൻ പറ്റും? കാരണം ഷെയർ ഇട്ട് വാങ്ങിച്ചതാണ്, എല്ലാവരുടെയും പ്രോപ്പർട്ടിയാണ്. രണ്ടാമത്തെ ആൾക്ക് അത് ഉപയോഗിക്കണമെങ്കിൽ ഇസ്തിബ്ര കഴിയണം എന്ന് വെച്ചാൽ ഒരു ആർത്തവകാലം കഴിയണം എന്നുള്ളതാണ്. അങ്ങനെ ഓരോ ആർത്തവകാലത്തും ഓരോ ഓഹരി ഉടമയ്ക്കും മാറി മാറി ഈ സ്ത്രീയെ ബലാത്സംഗം ചെയ്യാനുള്ള നിയമത്തെ സംബന്ധിച്ചിട്ടാണ് നമ്മളിപ്പോൾ പറഞ്ഞു കേട്ടത്. ഈ ധാർമ്മിക വശം ഒന്ന് ആലോചിച്ച് നോക്കും.
ആ സ്ത്രീയുടെ മനസ്സ്, ആ സ്ത്രീയുടെ ശരീരം, ആ സ്ത്രീയുടെ വ്യക്തിത്വം, ആ സ്ത്രീയുടെ അന്തസ്സ്, ഇതിനൊക്കെ എന്തെങ്കിലും വാല്യൂ, എന്തെങ്കിലും മൂല്യം, എന്തെങ്കിലും വില കണക്കാക്കുന്ന ധാർമ്മികതയാണോ ഇസ്ലാമിന്റെ ധാർമ്മികത? മഹാന്മാരെന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഈ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഗസാലി ആയിക്കോട്ടെ, ഇമാം ഷാഫി ആയിക്കോട്ടെ, ഷാഫിയുടെ ശിഷ്യഗണങ്ങൾ ആയിക്കോട്ടെ, അവരൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യം ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യുമ്പോൾ പുലർത്തേണ്ട മൊറാലിറ്റിയാണ്, അത് ഒരു ആർത്തവ ഘട്ടം കഴിയുക എന്നതാണ് ധാർമ്മികത എന്നാണ് ഇതിൽ പറഞ്ഞു വെക്കുന്നത്. ഇതാണ് ഇസ്ലാമിലെ മറ്റൊരു തരം സവിശേഷമായിട്ടുള്ള ലൈംഗിക ധാർമ്മികത. ഒരു അടിമ സ്ത്രീയെ പല ആൾക്കാർ ഊഴം വെച്ച് മാറി മാറി ബലാത്സംഗം ചെയ്യുന്നതിന്റെ അതിന് കാലഘട്ടമാണ്. 1 മാസം കടന്നു പോകണം, 28 ദിവസം കടന്നുപോയ ശേഷം മാത്രമേ അടുത്തയാൾക്ക് ഉപയോഗിക്കാൻ ലൈംഗിക ആവശ്യത്തിന് വേണ്ടിയിട്ട് ബലാത്സംഗം ചെയ്യാനായിട്ട് പറ്റൂ എന്ന് പറയുന്ന ആ ധാർമ്മികതയാണ് 21ാം നൂറ്റാണ്ടിൽ ഇസ്ലാമിസ്റ്റുകൾ പലപ്പോഴും ന്യായീകരിച്ച് കാണുന്നത്. ഇത് എന്ത് തരം ധാർമ്മികതയാണ്? ഈ ധാർമ്മികത പുലർത്തുന്ന മതമാണോ സർവകാലികം, എല്ലാ കാലത്തേക്കും ആയിരിക്കേണ്ടത്, എല്ലാ പ്രദേശത്തേക്കും, എല്ലാ സാർവത്രികമായിരിക്കേണ്ടത് എന്ന ചോദ്യം കൂടി നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. പിന്നെ വരുന്നൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞ സ്ത്രീകളെ ബലം പ്രയോഗിച്ചിട്ടല്ലോ ഭോഗിക്കേണ്ടത്, സ്ത്രീകൾ അവരുടെ അനുവാദം ചോദിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ എന്താ പറയാ, അവരുടെ അനുവാദം ചോദിച്ചിട്ടല്ലേ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത്. അവർ ബലം പ്രയോഗിച്ചിട്ടോ ആക്രമിച്ച് അവരുടെ ഉടുപ്പൊക്കെ വലിച്ചൂരി അങ്ങനെ ഒന്നല്ലല്ലോ ചെയ്യുന്നത് എന്നുള്ള സാധനം അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കൺസെന്റ്, ക്വാളിറ്റി കൺസെന്റ്. അവിടെ എന്തുണ്ടാവാൻ പാടില്ല, അവരൊരു പവർ ഡൈനാമിക്സ് ഉണ്ടാവാൻ പാടില്ല, ഒരു ഫിഡൂഷ്യറി റിലേഷൻഷിപ്പ് ആവാൻ പാടില്ല. അവിടെ എന്താ പറയാ ഗ്രൂമിങ് നടത്തിയിട്ട് ഒരാളെ അങ്ങനെ ഈ രീതിയിൽ ഒന്നും ചെയ്യാൻ പാടില്ല. അവിടെ പവർ ഡൈനാമിക്സ് ആണ് വർക്ക് ചെയ്യുന്നത്. ഒരാളുടെ അധീനത്തിൽ നിൽക്കുകയാണ് വേറൊരാള്. അവിടെ അയാൾ കൺസെന്റ് കൊടുത്താലും ആ കൺസെന്റ് വാലിഡ് അല്ല എന്നാണ് ആധുനിക മൂല്യങ്ങൾ പറയുന്നത്. നമ്മൾ ആധുനിക മൂല്യം വെച്ച് പറയണം എന്താ, ഇസ്ലാം ആധുനികമാണോ, ഇസ്ലാം പ്രകൃതി മതമാണെന്ന് ഏത് കാലഘട്ടത്തിലും അതിന്റെ നിയമങ്ങളെല്ലാം വാലിഡ് ആണ് എന്ന് പറയുന്നവരാണ് ഈ സാധനം പറയുന്നത്. ആധുനിക മൂല്യം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇസ്ലാമിലെ ഈ ധാർമ്മികതകളോ ഈ പറഞ്ഞ അടിമ പോകുമോ എല്ലാം റേപ്പാണ്. അതുകൊണ്ടാണ് റേപ്പ് അതൊക്കെ റേപ്പാണ്. ഈ അടിമയെ ആര് ഭോഗിച്ചാലും അത് റേപ്പാണ്, അയാൾ റേപ്പാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ആ കാലഘട്ടത്തിലുള്ള ആളെ ഇന്ന് നമ്മൾ ജഡ്ജ് ചെയ്യുന്നത്? ആ കാലഘട്ടത്തിലെ ആള് ഇന്നും മാതൃകാ പുരുഷനാണ്, പുരുഷോത്തമന്മാരാണ് എന്ന് പറയുന്നതുകൊണ്ടാണ്. റഹ്മത്തുള്ള എന്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊക്കെ പറഞ്ഞ് കൂട്ടി വിളിക്കുന്ന ആളുകളാണ്. അൻഹു എല്ലാരും ഉണ്ട്. ഇതാണ് അവസ്ഥ. ഈ ബലാത്സംഗം പറഞ്ഞു കഴിഞ്ഞാല് 80കളിലും 70കളുടെ അവസാനത്തിലൊക്കെ ബാലങ്കൻ നായരും TG രവിയൊക്കെ അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ ആ സിനിമകളിലെ ജയഭാരതിയോടും റാണി പത്മിനിയോടും ഒക്കെ ചെയ്ത ക്രിയകളാണ്. അങ്ങനെ ഈ ശാരീരിക ബലപ്രയോഗം നടത്തി വസ്ത്രമൊക്കെ വലിച്ചു കീറി ശരീരത്തിന് ക്ഷതങ്ങളെ ഏൽപ്പിച്ച് ചെയ്യുന്ന പരിപാടി മാത്രമാണ് ബലാത്സംഗം എന്ന് പറയുന്ന ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് മതം തിന്ന് ജീവിക്കുന്ന ആൾക്കാർക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മതത്തെ പിന്തുണച്ച് മുന്നോട്ട് പോകുന്നവരുണ്ടെങ്കിൽ, അവരോട് പറയാനുള്ളത് എന്താണ് റേപ്പ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഒരു വ്യക്തിയുടെ സമ്മതം കൂടാതെ ഒരു വ്യക്തിയുടെ ശരീരത്തിന്റെ മേൽ നടത്തുന്ന ഏത് തരം ആക്രമത്തെയും നമുക്ക് റേപ്പ് എന്ന് പറയാൻ പറ്റും. ആ വ്യക്തികൾ തമ്മിലുള്ള ബന്ധം, അത് നേരത്തെ പറഞ്ഞ അടിമ ഉടമ ബന്ധമാണെങ്കിൽ ആ ബന്ധം സമ്മതത്തോട് ആളുകൂടി ആണ് എന്ന് ന്യായീകരിച്ചാൽ പോലും ആ റിലേഷൻഷിപ്പിൽ ഒരു പ്രശ്നമുണ്ട്. അധികാരത്തിന്റെ പ്രയോഗവും ഉടമപ്പെടുത്തലിന്റെ ഉപയോഗവും വരുന്ന ഒരു ബന്ധമാണത്. ആ ബന്ധത്തിൽ ഈ അടിമയാക്കപ്പെട്ട സ്ത്രീ എപ്പോഴും വിധേയായിരിക്കും, അനുസരിക്കപ്പെടേണ്ടവളാണ്. അനുസരിച്ചില്ലെങ്കിൽ തല്ലുകൊള്ളാനോ കയറിന്റെ വിലയ്ക്ക് വിറ്റഴിക്കപ്പെടാനോ മറ്റൊരു ബലാത്സംഗിയുടെ കീഴിൽ ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് പോകാനോ, ബലാത്സംഗി എന്ന് പറയുമ്പോൾ ഒരാൾ മാത്രമാകണമെന്നില്ല, ഷെയർ ഇട്ട് വാങ്ങപ്പെടാൻ സാധ്യതയുള്ള ഒരു ചരക്കായിട്ടാണ് സ്ത്രീയെ ഇസ്ലാം അടയാളപ്പെടുത്തുന്നത് എന്നുള്ളത്. അത് ലൈംഗിക ധാർമ്മികതയാണോ, ആധുനിക ധാർമ്മികതയാണോ, മാനവീയതയുമായി കുലബന്ധമുള്ളതാണോ എന്നൊക്കെ നമ്മൾ ആലോചിക്കേണ്ടി വരും. ആശാൻ അടുപ്പിലും ആവാൻ കുഴപ്പമില്ല, അലി കുളിച്ചോട്ടെ, എത്ര കളി കഴിഞ്ഞിട്ടും കുളിച്ചോട്ടെ എന്നുള്ള രീതിയിലാണ് മുത്ത് റസൂൽ അവിടെ മറുപടി പറയുന്നത്. ആർക്കാണ് കാമവികാരം ഉണ്ടാകാതിരിക്കുക? അത് നിനക്ക് ഉപയോഗിക്കാനുള്ള ഒരു മാംസ കഷ്ണമാണ് എന്ന് ഏതൊരു പുരുഷനാണ് ചിന്തിക്കാതിരിക്കുക എന്നൊക്കെ 21ാം നൂറ്റാണ്ടില് മുജാഹിദ് ബാലുശ്ശേരി പോലെയുള്ള ഒരാൾക്ക് ചോദിക്കാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്നത് ഈ ഇസ്ലാമിക ധാർമ്മികതയാണ്. അത് അമീറുൽ മുഅ്മിനീൻ ആയപ്പോ
ഈ ഫാത്തിമന്റെ മോളെ, അമ്മയെ കിട്ടിയില്ലെങ്കിൽ മോളെ കെട്ടാം എന്ന് പറഞ്ഞ ലൈനിലാണ് മൂപ്പര് പോയിട്ട് അങ്ങോട്ട് വിവാഹം ആലോചിക്കുന്നത് ഉമ്മക്കുറിച്ചുകൊണ്ട്. ഇതിനെ നിങ്ങൾ ധാർമ്മികത എന്ന് പേര് കെട്ടി എഴുന്നേൽപ്പിക്കരുത്. ഈ പഴയ കോലം കെട്ട ചത്ത കഴുത എന്നാണ് പറയാനുള്ളത്.